ഹലോ, ജോലിയാണോ പഠിക്കാനോ നിങ്ങൾ അയർലൻഡിൽ പോകാൻ നിൽക്കുകയാണോ? എന്നാ പറ, എന്താ PPS? അറിയില്ലെങ്കിൽ എന്നോട് വന്നോ, ഞാൻ PPS എടുക്കാൻ പോവാം. പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പർ. ഇത് ഇന്ത്യയിലെ പാൻ കാർഡും ആധാറൊക്കെ പോലെ തന്നെയാണ്. അതുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും പണിക്കെടുക്കും. ഒന്നും കൂടെ ഉണ്ട്, GNIB. അതും കൂടെ വേണം. ഇതൊക്കെ കിട്ടിയാലും ജോലി കിട്ടുമെന്നൊക്കെ ചോദിച്ചാ അതൊക്കെ ഒരു ഭാഗ്യല്ലേ. അയർലൻഡിൽ ജോലി ചെയ്യാനും ടാക്സും PRSും അടയ്ക്കാനും സോഷ്യൽ ബെനിഫിറ്റ്സ് ലഭിക്കാനും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഒരു സ്റ്റുഡന്റ് ഗ്രാന്റ് കിട്ടാനും PPS ഉണ്ടെങ്കിലേ പറ്റും. അപ്പോൾ ഹു ഈസ് എലിജിബിൾ ഫോർ PPS? ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ജോബ് സീക്കേഴ്സിനും വർക്കേഴ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാം. സോഷ്യൽ സർവീസ് ആവശ്യമുള്ള റെസിഡൻസ് ആണോ? എന്നാൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് PPSന്റെ അപ്പോയിൻമെന്റ് എടുക്കണം. എന്നിട്ട് mywelfare.i സെർച്ച് ചെയ്യുക, അതിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക. അതിൽ കുറച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ഇതൊക്കെയാണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, PPSന് പോകുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന മെയിലുണ്ടായിരിക്കും അപ്പോയിൻമെന്റ് ഡേറ്റും പ്ലേസും ടൈമും ഒക്കെ. പിന്നെ GNIB പോലെയല്ല, GNIBക്ക് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. PPSന് അവർ തന്നെയാണ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോയിൻമെന്റ് ഡേറ്റ് ലേറ്റ് ആണെങ്കിൽ ഒന്ന് ഓഫീസിൽ മെയിൽ ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫീസിലായിരിക്കും നിങ്ങളുടെ PPSന്റെ അപ്പോയിൻമെന്റ്. നിങ്ങളുടെ മെയിലിൽ വന്നിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ടുപോകുക. അപ്പോയിൻമെന്റിന് ചെല്ലുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഒരു ടോക്കണും തരും. നിങ്ങളുടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ ഡോക്യുമെന്റ്സ് അവിടുത്തെ ഓഫീസർ സ്കാൻ ചെയ്യും, വെരിഫൈ ചെയ്യും. ഡിജിറ്റലായിട്ടും ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്യണം. ഗെറ്റപ്പായിട്ട് പൊക്കോൾ ഒരു ഫോട്ടോ എടുക്കും. SMS വരുന്ന OTP നമ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് അവർ PPS നമ്പർ അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് തരും. PPS കാർഡ് പോസ്റ്റിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ഈ പ്രിന്റഡ് പേപ്പറിലുള്ള നമ്പർ യൂസ് ചെയ്യാം. കാർഡ് വരാൻ ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഇതാണ് എൻ്റെ PPS കാർഡ്. ഓക്കെ, ബൈ.